بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പായി നാം നിർവഹിക്കേണ്ടുന്ന ഇസ്ലാമികമായ മര്യാദകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ദുആ ദിക്റുകളിൽ നിന്നുമെല്ലാം എന്തൊക്കെയാണ് പറയലും അതുപോലെ തന്നെ ചൊല്ലലും അനിവാര്യമായത്, ആവശ്യമായത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി 5ാമത്തെ ഒരു പ്രാർത്ഥന മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുനാ ഇദാ അഖദ്നാ മദ്ജിഅനാ അൻ നഖൂല അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അളീം റബ്ബനാ വറബ്ബ കുല്ലി ശൈഇ ഫാലിഖൽ ഹബ്ബി വന്നവാ ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل دابة أنت آخذ بناصيتها اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين وأغننا من الفقر. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ, ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, ഇദാ അഖദ്നാ മദ്ജിഅനാ, ഞങ്ങളുടെ കിടപ്പുസ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നാൽ, കിടപ്പറയിൽ കിടപ്പുസ്ഥാനത്ത് എത്തിച്ചേർന്നാൽ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നു. എന്താണ് ഞങ്ങൾ പറയാൻ കൽപ്പിക്കപ്പെട്ടത്? ശ്രദ്ധിച്ചോളൂ, ഈ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അളീം ربنا ورب كل شيء
فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل دابة أنت آخذ بناصيتها اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين وأغننا من الفقر. ഒരൽപ്പം സുദീർഘമായ പ്രാർത്ഥനയാണ്. എന്നാലും സഹോദരന്മാരെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊന്നും പഠിക്കാനും മനഃപ്പാഠമാക്കാനുമൊക്കെ ഒത്തിരി പ്രയാസമാണെന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഈ മഹനീയമായ അദബ്, ഈ മഹനീയമായ സംസ്കാരം നമ്മൾ ജീവിതത്തിൽ ഒഴിച്ചു കളയരുത്. അതുകൊണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഏതാനും ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിലും ഏതാനും ദിവസങ്ങൾ കൊണ്ടെങ്കിലും അതല്ലെങ്കിൽ ഏതാനും സമയം കൊണ്ടെങ്കിലും നമുക്ക് പഠിക്കാവുന്ന പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അളീം. ഇതാണ് ഇതിന്റെ ആദ്യ ഭാഗം. ആകാശങ്ങളുടെ റബ്ബേ, നമുക്കറിയാം 7 ആകാശങ്ങൾ. ആ 7 ആകാശങ്ങളുടെ റബ്ബേ, വറബ്ബൽ അർളി, ഭൂമിയുടെ റബ്ബേ. ഭൂമിയും 7 എണ്ണമാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്. 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ വല്ലർള മിസ്ലഹുന്ന, അതുപോലെ തന്നെ ഭൂമിയെയും അതുപോലെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 7 ആകാശവും അതുപോലെ തന്നെ 7 ഭൂമിയും അതിന്റെ റബ്ബേ വറബ്ബൽ അർശിൽ അളീം, അർശുൽ അളീമിന്റെ റബ്ബായ അല്ലാഹുവേ, അളീമായ അർശ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയായ അർശ് തന്നെയും അതിമഹനീയമാണ്. ആ മഹത്തായ സിംഹാസനത്തിന്റെ അർശിന്റെ റബ്ബേ. വീണ്ടും പറയുകയാണ്, റബ്ബനാ വ റബ്ബ കുല്ലി ശൈഇ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, വ റബ്ബ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും റബ്ബായ അല്ലാഹുവേ. അല്ലാഹുവിനോട് നമ്മൾ തവസ്സുൽ നടത്തുകയാണ്. അല്ലാഹുവിന്റെ മഹനീയമായ അവന്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ മുഖേന, അവന്റെ പ്രത്യേകമായ മഹത്വങ്ങളും, അവനാണ് എല്ലാത്തിന്റെയും റബ്ബ്. 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമയായ റബ്ബ്. ആ റബ്ബിന്റെ പ്രത്യേകമായി അവനെ വിളിക്കുകയാണ് നമ്മൾ. ആ റബ്ബിനെ അവന്റെ പ്രത്യേകമായ കഴിവുകളിലൂടെ നമ്മൾ തവസ്സുലാക്കുകയാണ്. അവന്റെ മഹത്വങ്ങൾ എടുത്തു പറയുകയാണ്. നമുക്ക് ചോദിക്കാനുള്ള കാര്യം ഇനി ശേഷമേ വരുന്നുള്ളൂ. അതിന്റെ മുമ്പെല്ലാം നമ്മൾ ഈ പ്രാർത്ഥനയിൽ കാണുന്നത് പോലെ റബ്ബിനെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും ഞങ്ങളുടെയും ഞങ്ങളുടേത് മാത്രമല്ല എല്ലാ വസ്തുക്കളുടെയും റബ്ബായ അല്ലാഹുവേ. വീണ്ടും പറയുകയാണ്, ഫാലിഖൽ ഹബ്ബി വന്നവാ, ഫാലിഖൽ ഹബ്ബി വന്നവാ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിത്തും അതുപോലെ തന്നെ വന്നവാ, ധാന്യങ്ങളും വിത്തുകളും ഒക്കെയുള്ള ആ രൂപത്തിലുള്ള വസ്തുക്കളെ പിളർത്തുന്ന അല്ലാഹുവേ, അത് പൊട്ടിക്കുന്ന അല്ലാഹുവേ. അഥവാ എന്താണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം? ഒരു ചെടി മുളച്ചു വരുന്നത് ഒരു വിത്ത് മണ്ണിലേക്കിട്ടാൽ അതിങ്ങനെ അത് ഭാഗം 2ആയി പിളർന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് പച്ച നിറത്തിലുള്ള അതിന്റെ നല്ല ശോഭയാർന്ന നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള നിലക്കതിന്റെ മുള പൊട്ടി വരുന്നത്. ആ വിത്ത് പൊട്ടിപ്പിളർന്നിട്ടാണ്. അതുപോലെ തന്നെ ഈത്തപ്പനക്കുരു പോലെയുള്ള വസ്തുക്കൾ എറിഞ്ഞാൽ അതിൽ നിന്ന് ഈത്തപ്പന പോലെയുള്ള അതുപോലെയുള്ള വസ്തുക്കളെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവനെ കൊണ്ട് സാധ്യമല്ല. മണ്ണിലേക്ക് വിത്തെറിയാനല്ലാതെ, മണ്ണിലേക്ക് ധാന്യങ്ങൾ എറിയാനല്ലാതെ അത് മുളപ്പിക്കുവാൻ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹുവിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ.
മനുഷ്യരായ നമുക്ക് എത്രമാത്രമേ കഴിയുകയുള്ളൂ. മണ്ണ് പാകപ്പെടുത്താം, അതിൽ വെള്ളവും വളവും ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങളും വിത്തുകളും ഒക്കെ തിരഞ്ഞെടുക്കാം. അതിലേക്ക് നമുക്കത് എറിയാം, അതല്ലെങ്കിൽ കുഴിച്ചിടാം. പക്ഷേ ആ കുഴിച്ചിട്ട അല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞിട്ടുള്ള ആ വിത്തോ അല്ലെങ്കിൽ ധാന്യമണിയോ അല്ലെങ്കിൽ ആ കുരുവോ അതിൽ നിന്ന് ഒരു സസ്യത്തെയോ ഒരു വൃക്ഷത്തെയോ മുളപ്പിക്കണമെങ്കിൽ അത് ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല, ഒരു മഖ്ലൂഖിനെ കൊണ്ടും ആ പണി നടത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് റബ്ബിനെ റബ്ബുൽ ഫലഖ് എന്നവൻ തന്നെ പരിചയപ്പെടുത്തിയത്. അവൻ പിളർത്തുന്നവനാണ് പുലരിയുടെ നാഥൻ എന്നവൻ പറഞ്ഞിട്ടില്ലേ? അത് രാവും പകലും മാറി മാറി വരുമ്പോ പ്രഭാതം പൊട്ടി വിടരുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നത് സൂറത്തുൽ അൻആമിലെ 95-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അല്ലാഹു അവനെ വിശേഷിപ്പിച്ചത് ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യി ദാലികുമുല്ലാഹു ഫഅന്നാ തുഫകൂൻ. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു അവൻ ഫാലിഖുൽ ഹബ്ബി വന്നവാ വിത്തിനെയും അതുപോലെ തന്നെ കുരുവിനെയും ആ രൂപത്തിലുള്ള വസ്തുക്കളെയും ഒക്കെ പിളർത്തുന്നവനാകുന്നു. അപ്പൊ അത് മുളപ്പിക്കുന്നവൻ അല്ലാഹ് മാത്രാണ്. ഇതൊക്കെ നമ്മൾ ഈ റബ്ബിനെ വിളിച്ചതൊക്കെ അവന് മാത്രമുള്ള പ്രത്യേകതകളാണ്. റബ്ബുസ്സമാവാത്ത് ലോകത്താരുമില്ല. റബ്ബുൽ അർള് ഭൂമിയെ ആകാശത്തെ റബ്ബ്, അർശിന്റെ റബ്ബ്, നമ്മുടെ റബ്ബ്, ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും റബ്ബ് അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. അവന്റെ തൗഹീദ്, അവൻ എല്ലാത്തിനും ഏകനാണ്. അവൻ റുബൂബിയത്തിൽ അവൻ മാത്രമാണ് എല്ലാത്തിന്റെയും റബ്ബ്. ആ റുബൂബിയത്ത് റബ്ബ് മാത്രമാണ് എല്ലാത്തിന്റെയും സൃഷ്ടിയും അതുപോലെ തന്നെ അവയുടേതായ പരിപാലനങ്ങളും അവയുടേതായ സംഹാരങ്ങളും എല്ലാം അവനാണ് നിർവഹിക്കുന്നത് നിലക്ക് ആ റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവനാണ് കൃഷിയെ മുളപ്പിക്കുന്നത്, അവനാണ് സസ്യലതാദികളെ മുളപ്പിക്കുന്നത്. ലോകത്തൊരാൾക്കും അത് മുളപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ആരാണതിനെ മുളപ്പിക്കുന്നത്? നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് അതോ അല്ലാഹുവാണോ എന്ന് റബ്ബ് ചോദിച്ചിട്ടില്ലേ? അതൊക്കെ റബ്ബിന്റെ മാത്രമുള്ള ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പറയാനുള്ളതാ. മുസ്ലിമീങ്ങളിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയാം? നമ്മളിതൊക്കെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. വളരുന്ന തലമുറക്ക് പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം, മറ്റുള്ളവർക്ക് കൈമാറണം. ഇനി അതൊക്കെ പറഞ്ഞതിന്റെ ശേഷം പറയാണ് വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ. അല്ലാഹുവിന്റെ മറ്റൊരു പ്രത്യേകത പറയാണ്, അവനാണ് തൗറാത്ത് ഇറക്കിയവൻ. തൗറാത്ത് ഇറക്കിയവനായ അല്ലാഹുവേ, തൗറാത്ത് ഇറക്കിത്തന്ന അല്ലാഹുവേ, വൽ ഇൻജീൽ ഇൻജീലും ഇറക്കിത്തന്ന അല്ലാഹുവേ, വൽ ഫുർഖാൻ പരിശുദ്ധ ഖുർആനും അവതരിപ്പിച്ചിരുന്ന അല്ലാഹുവേ. എന്തൊക്കെ പറഞ്ഞു? തൗറാത്തും ഇൻജീലും ഒരു കാലഘട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് വെളിച്ചം പകരാൻ അല്ലാഹ് ഇറക്കി കൊടുത്തതായിരുന്നു തൗറാത്ത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് ഇസ്രായേല്യർക്ക് വെളിച്ചം പകരാനുള്ള മാർഗദർശനത്തിന്റെ ഗ്രന്ഥമായി കൊണ്ട് ഇറക്കിക്കൊടുത്തതായിരുന്നു ഇൻജീല്. പക്ഷേ ഇന്നതിന്റെ അനുയായികൾ ആ കാലം മുതൽക്ക് തന്നെ അതിൽ കൈക്രിയകൾ നടത്തി അത് അതിൻ്റെതായ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് അത് അതിൻ്റെതായ പരിശുദ്ധിക്ക് അവർ കളങ്കം ചാർത്തി. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ വരവോടുകൂടി ഈ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അവയുടേതായ ഡേറ്റ് അവസാനിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടുകൂടി അവയുടെയൊക്കെ ഡേറ്റുകൾ കഴിഞ്ഞു. മാത്രമല്ല ഇന്ന് നിലവിലുള്ള ബൈബിൾ എന്ന് പറയുന്നതിലൊക്കെ കൈകടത്തി വികൃതമാക്കി ദൈവീകമായത് അതിലില്ല എന്ന് പറയാവുന്നിടത്തോളം വളരെ കുറച്ചേ അതിൽ ദൈവീകമായതുള്ളൂ. അല്ലാത്തതൊക്കെ പലതും അവർ കടത്തിക്കൂട്ടിയതാണ്. എന്തായിരുന്നാലും അവയുടെയൊക്കെ അസ്ല് ഇറക്കിയവനായ അല്ലാഹു. ഇനി ആ അല്ലാഹുവിനോട് നമ്മൾ പറയാണ് അഊദു ബിക മിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദും ബിനാസിയതിഹാ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ അള്ളാഹുവിന് ഓരോ കാര്യങ്ങളെടുത്ത് വസീലകൾ പറയാണ്. അള്ളാഹുവിന്റെ മഹത്വങ്ങൾ മുൻനിർത്തി, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം മുൻനിർത്തി, അവൻ എല്ലാത്തിന്റെയും റബ്ബാണ് എന്ന മഹത്വം അവന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യം പറയാണ്.
ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്യണം. എന്താ കാര്യം? എന്താ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്? അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞ് കുറെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാണ് അഊദു ബിക, അള്ളാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു. മിൻ ശർരി കുല്ലി ദാബത്തിൻ, എല്ലാ ജീവികളുടെയും ശർറിൽ നിന്ന്, എല്ലാ ജീവികളുടെയും ശർറിൽ നിന്ന്, മുഴു ജന്തുക്കളുടെയും ശർറിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്നിട്ട് പറയാണ് അൻത ആഖിദും ബിനാസിയതിഹാ, ആ എല്ലാ ജന്തുക്കളും ഏത് ജന്തുക്കളാണെങ്കിലും അവയൊക്കെ നീയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, നിന്റെ കീഴിലാണ് അവയൊക്കെയുള്ളത്. നീ വിചാരിക്കുന്നതേ അവർക്ക് കഴിയുകയുള്ളൂ. അവയിൽ എന്തും നടപ്പിലാക്കുന്നത് നീയാണ്. അവയുടെയൊക്കെ മൂർധാവിൽ പിടിച്ചവൻ നീയാണെന്ന് പറഞ്ഞാൽ ആ ജന്തുക്കളുടെയൊക്കെ കൺട്രോള് നിന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള ഏതൊക്കെ ജന്തുക്കളുണ്ടോ ആ ജന്തുക്കളുടെ മുഴുവൻ തിന്മയിൽ നിന്നും ശർറിൽ നിന്നും ആപത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇവിടെ ദാബത്ത് എന്ന് പറഞ്ഞാൽ, ദാബത്ത് എന്ന് പറഞ്ഞാൽ അതിന് അറബി ഭാഷയിൽ അർത്ഥം കുല്ലുമായ ദുബ്ബു അലൽ അർളി, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഏത് ജന്തുക്കളും ദാബത്താണ്. അതിൽ ഏതൊക്കെ പെടും? അതേ വയറിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉരകങ്ങളുണ്ട്. ഔവലാ റിജിലൈനി, ഇരു കാലുകളിലൂടെ സഞ്ചരിക്കുന്ന ജന്തുക്കളുണ്ട്. ഔവലാ അർബഇൻ, അതല്ലെങ്കിൽ 4 കാലുകളിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൻ നൂറിൽ അല്ലാഹു വളരെ കൃത്യമായി 45-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير. ലോകത്തുള്ള എല്ലാ ദാബത്തും അതിൽ പെട്ടുകഴിഞ്ഞു. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ, എല്ലാ ജന്തുക്കളെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മിമ്മാഇൻ, ജലത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് ജന്തുലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിപ്പ്. ഏത് ജന്തുവാകട്ടെ ജലാംശത്തിൽ നിന്ന്, ജലത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ജന്തുക്കളുടെ കൂട്ടത്തിൽ അവയുടെ വയറുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നവയുണ്ട്. വയറുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉരകങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പാമ്പ്, അതുപോലെയുള്ള തേള് പോലെയുള്ള ഒട്ടേറെ വസ്തുക്കളുണ്ട്. അവയുടെ വയറുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നവ. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, 2 കാലുകളിലൂടെ നടക്കുന്നവരുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബഇൻ, 4 കാലുകളിലൂടെ നടക്കുന്നവരുമുണ്ട്. തുടർന്നുകൊണ്ട് അല്ലാഹു മൊത്തത്തിൽ അങ്ങ് പറയാണ് യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു അവനുദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അപ്പൊ 2 കാലിലും 4 കാലിലും നടക്കുന്നവ മാത്രമല്ല ജന്തുക്കൾ, വയറിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നവയുമല്ല, 8 കാലുള്ളവയും ഒരുപാട് എണ്ണമറ്റ കാലുകളുള്ളവയും ഒക്കെ ഉണ്ടാകും. അതല്ലാഹു തുടർന്നുകൊണ്ട് യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു അവനുദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അതാ മൊത്തത്തിലുള്ള ജന്തുലോകത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഉറങ്ങുന്നതിന്റെ മുമ്പ് മുസ്ലിമേ നമ്മൾ അല്ലാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി അവന്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അല്ലാഹുവേ, നിന്റെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ ജന്തുക്കളുടെയൊക്കെ ശർറിൽ നിന്ന്, ആ ജന്തുക്കളുടെ എല്ലാം ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയാണ്. അതിലെല്ലാ ജന്തുവും പെട്ടു.
പാമ്പ് വെട്ടു, തേള് വെട്ടു, അരണ വെട്ടു, എട്ടുകാലി വെട്ടു, ഇനി ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഇനി ഇരിക്കാലി മനുഷ്യന്റെ ഉപദ്രവം, നാക്കാലിയുടെ ഉപദ്രവം, ഏതൊക്കെ ജന്തുക്കളുടെ ഏതൊക്കെ നിലക്കുള്ള ഷെറുണ്ടോ, ആ ഷെറിൽ നിന്നെല്ലാം റബ്ബേ ഞാനിതാ നിന്നോട് അഭയം ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുറങ്ങാനാ പറയുന്നത്. കഴിഞ്ഞില്ല, ഇനിയും അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. അള്ളാഹുവിന്റെ മഹനീയമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളാണ് ഇനി എടുത്തു പറയുന്നത്. റബ്ബിനോട് ചോദിക്കുമ്പോ റബ്ബിന്റെ മഹത്വങ്ങൾ എടുത്തു പറയൽ, അള്ളാഹുവിന്റെ ഇസ്മുകൾ എടുത്ത് അവനെ പുകഴ്ത്തൽ, ഇതൊക്കെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നതിന് അനിവാര്യമായ ചില അദബുകളിൽപ്പെട്ട അദബുകളായും ആ അർത്ഥത്തിലുള്ള ഒട്ടേറെ പ്രാർത്ഥനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. നോക്കൂ, ഒരു 3-4 അള്ളാഹുവിന്റെ ഇസ്മുകൾ എടുത്തു പറയുകയാണ്. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഅ. അല്ലാഹുവേ നീയാണ് ആദ്യമേയുള്ളവൻ, നീയാണ് ആദ്യമുള്ളവൻ. ഫലൈസ ഖബ്ലക ശൈഉൻ, നിനക്ക് മുമ്പ് ഇവിടെ ഒന്നുമില്ല, എല്ലാത്തിന്റെയും മുമ്പേയുള്ളവൻ നീയാണ്, നീയാണ് അൽ അവ്വൽ. വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഅ. അല്ലാഹുവേ നീയാണ് ഏറ്റവും അവസാനത്തവനും, നിനക്ക് ശേഷം ഒന്നുമില്ല, നിനക്ക് ശേഷമൊന്നുമില്ല, ആദ്യവും അന്ത്യവും നീയാണ്. അല്ലാഹുവേ നീയാണ് പ്രകടമായി നിൽക്കുന്നത്, നീയാണ് വെളിവായവൻ. ഫലൈസ ഫൗഖക ശൈഉൻ, നിന്റെ മുകളിൽ ഇനി മറ്റൊന്നുമില്ല, നിന്റെ മുകളിൽ ഇനി മറ്റൊന്നുമില്ല. എല്ലാത്തിനേക്കാളും പ്രകടമായി വെളിവായി നിൽക്കുന്നവൻ നീയാണ്. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഅ. അല്ലാഹുവേ നീയാണ് ആന്തരികമായവൻ, അഥവാ നീയാണ് ഉള്ളിലുള്ളവൻ, നിനക്ക് താഴെ ഇനി മറ്റൊന്നുണ്ട് എന്ന് പറയാനും കഴിയില്ല. എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന, എല്ലാ സൃഷ്ടികളുടെയും മേലെ ഇനി താഴെയുള്ള എന്തിനെക്കുറിച്ചും അറിവുള്ള, എല്ലാത്തിനെ സംബന്ധിച്ചും സമഗ്രമായ വിപുലമായ അറിവുള്ള, എല്ലാത്തിനെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആ അർത്ഥത്തിൽ അവനെ അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ വ അൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഅ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇപ്പൊ അല്ലാഹുവിനെ നമ്മൾ പുകഴ്ത്തി, അവന്റെ റുബൂബിയത്ത് പറഞ്ഞു, അവന്റെ അസ്മാഉകൾ പറഞ്ഞു, അതൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തും അവന്റെ മഹത്വങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിന്റെ എല്ലാ ജന്തുക്കളുടെയും, ഏതെല്ലാം ജന്തുലോകത്ത് ജന്തുക്കളുണ്ടോ അവയുടെ ഒക്കെ ഷെറിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹുവിന്റെ 4 ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ട് ഇനി ചോദിക്കാൻ പോകുന്ന കാര്യം എന്താ? അവസാനം, അതാണ് ആ പ്രാർത്ഥനയുടെ അവസാനം. ഇഖ്ളി അന്നദ്ദൈൻ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ കടബാധ്യതകൾ തീർത്തു തരണമേ, കടബാധ്യതകൾ തീർത്തു തരണമേ, അല്ലാഹ് കടം വീട്ടിത്തരണേ. ഇഖ്ളി അന്നദ്ദൈൻ. രണ്ടാമത് ചോദിക്കുകയാണ് വഅഗ്നിനാ മിനൽ ഫഖ്രി, വഅഗ്നിനാ മിനൽ ഫഖ്രി, ദാരിദ്ര്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഐശ്വര്യത പ്രദാനം ചെയ്യണേ. ദാരിദ്ര്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വയം കഴിയാവുന്ന നിലക്കുള്ള, ആ നിലക്കുള്ള ഒരു ധന്യത നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അവസാനം ചോദിച്ചത്. ഇവിടെ സഹോദരന്മാരെ, ഇവിടെ അവസാനമായി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ കടബാധ്യതകൾ ഒക്കെ തീർത്തു തരണം എന്നാണ്. കടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരായ നമുക്ക് കടമകൾ ആരോടൊക്കെയുണ്ട്? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് കടമയുണ്ട്, ഹുഖൂഖുല്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന കടമകളുണ്ട്. അതുപോലെ തന്നെ ഹുഖൂഖുൽ ഇബാദ്, അടിമകളോട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട്. ഈ ഹക്കുകളൊക്കെ നമ്മൾ വീട്ടേണ്ടതാണ്. അള്ളാഹുവിനോടുള്ള കടമയാണ്. സാമ്പത്തിക രംഗത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചല്ലോ, പ്രവാചകരെ എന്റെ പിതാവ് മരണപ്പെട്ടു, സക്കാത്ത് അദ്ദേഹം കൊടുത്തിട്ടില്ല, എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങൾക്കുള്ള കടമകളും കടമിടപാടുകൾ കൊടുത്തു തീർക്കൽ അനിവാര്യമാണെന്ന് അറിഞ്ഞുകൂടെ?
അതിനേക്കാൾ ഗൗരവമല്ലേ റബ്ബിനോടുള്ള ഇടപാട് തീർക്കൽ എന്നാണ് ചോദിച്ചത്. അപ്പോ സകാത്ത് ഒരാൾ കൊടുക്കാതെ വെച്ചാലും അത് കടമാണ്. അയാൾക്ക് കൊടുത്തു തീർക്കേണ്ടുന്ന കടബാധ്യതയാണ്. ഒരാളുടെ വസിയത്ത് അയാളുടെ കടബാധ്യതയാണ്. ഒരാൾ നേർച്ചയാക്കിയത് കടബാധ്യതയാണ്. സുന്നത്താക്കിയ ഒരു കാര്യത്തെ, സുന്നത്തായ ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കുന്നതിലൂടെ നിർബന്ധമാവാണ്. നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയത് നിർവഹിച്ചിട്ടില്ല എന്ന ചോദ്യത്തിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനോടുള്ള കടമയല്ലേ ആദ്യം വീട്ടേണ്ടത് എന്ന അർത്ഥത്തിലാണ്. അവിടെയൊക്കെ ഹുഖൂഖുള്ള അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയുമുണ്ട്. ഇതിൽ നിന്നൊക്കെ റബ്ബേ മോചനം തരണം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ റബ്ബിനോട് ചെയ്തു തീർക്കേണ്ട കടമകൾ ഇതൊക്കെ നിർവഹിക്കാൻ എനിക്ക് കഴിയണം. പ്രത്യേകിച്ച് കടബാധ്യത തന്നെ. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ സമൂഹത്തിൽ കടത്തിന്റെ കാര്യം പ്രത്യേകം എന്തിനാ എടുത്തു പറയുന്നതെന്ന് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. എന്താണ്? ഒരു മനുഷ്യന്റെ ഉറക്ക് പോക്കിക്കളയുന്ന, ഉറക്കിന്റെ രസം നഷ്ടപ്പെടുത്തുന്ന, ഉറക്കിന്റെ ആനന്ദം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും മാരകമായ വിപത്താണ് കടബാധ്യത എന്ന് പറയുന്നത്. കടബാധ്യതയുള്ളവന് ഉറങ്ങാൻ കഴിയില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണെങ്കിൽ, ഇഖ്ലാസുള്ളൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് കടം കൊടുത്തു തീർക്കണമെന്നുണ്ട്. പക്ഷെ അയാളുടെ കയ്യിൽ സമ്പത്തില്ലെങ്കിൽ ആ കടബാധ്യത ഓർത്തുകൊണ്ട് അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അയാൾക്ക് ഉറങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയിലും റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അസ്മാവുകളും അവന്റെ റുബൂബിയത്തിന്റെ പ്രത്യേകതകളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇഖ്ളി അന്നദ്ദൈൻ, കടബാധ്യതകളെ വീട്ടിത്തരണേ അല്ലാ. തീർന്നില്ല, വാഗ്നിനാ മിനൽ ഫഖർ, ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് സമ്പന്നത തരണം. അഥവാ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം തരണം. കാരണം എന്താണ്? മനസ്സമാധാനം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന വേളയിലും നമുക്കിനി ഭാവിയിൽ കടങ്ങൾ വരാതെ, കടബാധിതനായിക്കൊണ്ട് മരിച്ചു പോകാതെ, നിലവിലുള്ള കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെ അള്ളാഹുവിങ്കൽ നിന്ന് പ്രത്യേകമായ സഹായം ലഭ്യമാകാനുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ കിടക്കേണ്ടത്. ഈ പ്രാർത്ഥനയിൽ ഇപ്പൊ 3 കാര്യങ്ങൾക്ക് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവേ, നിന്റെ ഏതെല്ലാം ഈ ലോകത്ത് നീ സൃഷ്ടിച്ചിട്ടുള്ള ജന്തുക്കളുണ്ടോ, ഞാൻ ഉറങ്ങുകയാണല്ലോ, ഒരു രൂപത്തിലുള്ള ശർറും അവയിൽ നിന്നൊന്നും എനിക്കില്ലാതിരിക്കാൻ നിന്റെ കാവല് തരണേ. നിന്നോട് ഞാൻ അഭയം ചോദിക്കുകയാണ്. അവസാനം പറഞ്ഞു, കടബാധ്യതയിൽ നിന്ന് നീ എനിക്ക് തീർത്തു തരണം. അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന കെടുതി, ദാരിദ്ര്യത്തിൽ നിന്ന് നീ എന്നെ ഐശ്വര്യവാനാക്കണം. എനിക്ക് ആവശ്യത്തിന് തികയാതെ ഞാൻ വല്ലാതെ മനസ്സ് വിഷമിച്ചുകൊണ്ട്, ഫഖർ മനുഷ്യനെ കുഫറിലേക്കാണ് കൊണ്ടുപോവുക. ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് പലരും പലതും ചെയ്യുക. പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളിലേക്കും ദാരിദ്ര്യമുണ്ടാകുമ്പോൾ വ്യഭിചരിക്കാൻ പലരും പോകുന്നൊരു ദാരിദ്ര്യം കൊണ്ടാണ്, മോഷണത്തിന് പോകുന്നൊരു ദാരിദ്ര്യം കൊണ്ടാണ്. പല രൂപത്തിലുള്ള പല കാരണങ്ങളാൽ മനുഷ്യനെ ദാരിദ്ര്യം അവനെ പടുകുഴിയിലേക്ക് വീഴ്ത്തിക്കളയും. അവയുടെയൊക്കെ കാവൽ അള്ളാഹുവേ നിന്റെ പക്കലാണ്. നീ എനിക്ക് ഫഖറിൽ നിന്ന് ഐശ്വര്യത, ധന്യത തരണം. എന്റെ ആവശ്യത്തിനുള്ളത് നീ എനിക്ക് നൽകിക്കൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ. ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ പഠിക്കണം. ഇത് പഠിച്ച് നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. 5ാമത്തെ ദുആ ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. 5ാമത്തെ ദുആ ഇപ്പൊ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി 6ാമത്തേത് കേട്ടോളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവാ ഇലാ ഫിറാശിഹി ഖാല അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം ഈ ദുആയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അവിടുന്ന് കാന ഇദാ വായിലാ ഫിറാശിഹി, അവിടുന്ന് തന്റെ വിരിപ്പിലേക്ക് അഭയം തേടി ചെന്നാൽ, ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയാറ് പതിവുണ്ടായിരുന്നുവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വർഷങ്ങളോളം ഖാദിമായി കൊണ്ട് വീട്ടിൽ തന്നെ കൂടി സേവനം ചെയ്തിട്ടുള്ള ഖാദിമുർ റസൂൽ എന്ന പേരുള്ള മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അവിടുന്ന് ദാ കിടക്കാൻ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പറയും, അൽഹംദുലില്ലാഹ്
الذي أطعمنا وسقانا وكفانا وآوانا فكم ممن لا كافي له ولا مؤوي. അൽഹംദുലില്ലാഹ് നമുക്ക് പറയാവുന്ന വളരെ എളുപ്പമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ റബ്ബ് ആരാണ്? അല്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവനും ഞങ്ങളെ കുടിപ്പിച്ചവനുമായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് നമ്മളൊക്കെ ശരിക്കും ചിന്തിക്കണം. നമ്മെപ്പോലെ മൂക്കറ്റം ഭക്ഷണം കഴിച്ച് മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ലത് പറയുന്നത്. അല്ലാഹുവേ, എനിക്ക് ആഹാരം നൽകിയ, എനിക്ക് ജലപാനം നൽകിയ, എനിക്ക് ജലം നൽകിയ, വെള്ളം നൽകിയ, എന്നെ കുടിപ്പിച്ച, എന്നെ ഭക്ഷിപ്പിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുകയാണ്. ആരാ ഇത് പറയുന്നത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലെ ദാരിദ്ര്യം, ഞങ്ങളൊരു ഹിലാലിനെ കാത്തു നിൽക്കും, അടുത്ത ഹിലാലും കാത്തു നിൽക്കും. 2 മാസങ്ങളോളമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ, റസൂലുള്ളാന്റെ വീട്ടിൽ തീപ്പുക ഉയർന്നിട്ടില്ല. ഭക്ഷണമുണ്ടാക്കാൻ അവിടെ ഒന്നുമില്ല. വെറും വെള്ളവും കാരക്ക ചീന്തുകൊണ്ടും ജീവിച്ച മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. ആരാ പറയുന്നത്? ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായ ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ സന്തോഷത്തോടെ പറഞ്ഞിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവനും ഞങ്ങളെ കുടിപ്പിച്ചവനുമായ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. കണ്ടോ, എന്ത് കിട്ടിയിട്ടാ, എന്ത് കഴിച്ചിട്ടാ? പട്ടിണി കിടന്ന ദിവസവും അത് പറഞ്ഞു. ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട്, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച്, ഫ്രൂട്ട്സ് കഴിച്ച്, ആഹാരങ്ങൾ പലതും കഴിച്ച്, വൈവിധ്യമാർന്ന വിഭവങ്ങൾ കഴിച്ച്, മക്കൾക്ക് കൊടുത്ത്, സന്തോഷത്തോടെ കഴിച്ച് കിടക്കുന്ന നേരത്ത് പോലും സർവലോക പരിപാലകനായ റബ്ബിനെ ഒന്ന് സ്തുതിച്ച് കിടക്കാൻ ഓ മുസ്ലിമേ, ചെറുപ്പക്കാരെ, നമുക്കിന്ന് കഴിയുന്നുണ്ടോ? ധാരാളം വിഭവങ്ങൾ ആസ്വദിച്ചിട്ടും അല്ലാഹുവിന്റെ നിഅമത്തുകൾ ആവോളം അനുഭവിച്ചിട്ട് പോലും അതൊന്നും കിട്ടിയിട്ടില്ലാത്ത നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പോലും പാഴാക്കാതെ പറഞ്ഞിട്ടുള്ള ഈ ഹംദിന്റെ വാചകങ്ങൾ, ഈ നന്ദിയുടെ വാചകങ്ങൾ പറയാൻ നമുക്ക് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഭർത്താക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഭാര്യമാർക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ അതിന് തയ്യാറായിട്ടുണ്ടോ? എത്ര നന്ദി കെട്ടവരാ നമ്മൾ, അല്ലേ? എത്ര നന്ദി കെട്ടവരാ. എത്ര കിട്ടിയിട്ടും ഒരു നന്ദി പറയാൻ, എത്ര കിട്ടിയിട്ടും ഒന്ന് നന്ദി പറയാൻ കിട്ടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങളെ ഭക്ഷിപ്പിച്ച, ഞങ്ങളെ കുടിപ്പിച്ചവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അടുത്ത വാചകം നോക്കൂ, വകഫാനാ, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ മതിയായ നിലക്ക് നൽകിയവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. കഫാന, ഞങ്ങൾക്ക് മതിയായ, വേണ്ടതൊക്കെ മതിയായ രൂപത്തിൽ നൽകിയവനായ അല്ലാഹ്. കിഫായത്ത്, കിഫായത്ത്, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ, ഏതെല്ലാം വസ്തുക്കളുടെ ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ തടഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അവൻ ഞങ്ങൾക്ക് നൽകി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കിട്ടിയതിനൊരു നന്ദി. എത്ര കുറച്ചാണെങ്കിൽ ഇത് മനുഷ്യന്റെ ഒരു പ്രകൃത, ഒരു മുഅ്മിനിനുണ്ടാകേണ്ടുന്ന ഒരു പ്രകൃതാണ് ഖനാഅത്ത്. ഖനാഅത്ത് എന്നതൊരു മുഅ്മിനിനുണ്ടാകേണ്ട സ്വഭാവമാണ്. എന്താണത്? ഉള്ളതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അതൊരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ് സഹോദരന്മാരെ. നമുക്കിന്ന് എത്ര കിട്ടിയാലും എനിക്ക് മദീന് ഞാൻ പറയുന്നില്ലല്ലോ. എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിച്ചാലും പറയും ഇങ്ങനെ കഴിഞ്ഞു പോണു. 4, 5, 8, 10 സൂപ്പർ മാർക്കറ്റുള്ള മുതലാളിനോട് ചോദിച്ചു നോക്കൂ, എന്താ കാര്യങ്ങളൊക്കെ? ഇങ്ങനെ കഴിഞ്ഞു പോണു, അൽഹംദുലില്ലാ, അങ്ങനെ പോണു, അങ്ങനെ തട്ടിമുട്ടിയാണ് പോണു, അല്ലേ? ഇതല്ലേ നമ്മുടെ പലരുടെയും മറുപടി. 4 അക്കവും 5 അക്കവും ശമ്പളം പറ്റുന്നവൻ, സുഖകരമായ നിലക്ക് ഇഷ്ടം പോലെ ടൈമുള്ളവൻ, സൗകര്യങ്ങളുള്ളവൻ, എല്ലാ സംവിധാനങ്ങളുമുള്ളവൻ, അള്ളാഹുവിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യനോട് ചോദിച്ചാലും നല്ലൊരു വിഭാഗം ആളുകൾക്കും പറയാനുള്ളത്, അൽഹംദുലില്ലാ, അങ്ങനെ തട്ടിമുട്ടി പോണുണ്ട്, കുഴപ്പമില്ല,
അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ സഹോദരന്മാരെ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമുക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് മതിയായ നിലക്ക് എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചവനെ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അടുത്തൊരു 4ാമത്തെ വാചകം നോക്കൂ. ഞങ്ങൾക്ക് വീടൊരുക്കി തന്നവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആവാ എന്ന് പറഞ്ഞാൽ അഭയം നൽകിയിരിക്കുകയാണ്. താമസിക്കാൻ ചൂടും വെയിലും കൊള്ളാതെ, അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന നിലക്ക് അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അള്ളയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മുഖാന്തരം, നിങ്ങളുടെ വീടുകളിലൂടെ അവൻ നിങ്ങൾക്കതാ താമസ സ്ഥലം അവൻ നിശ്ചയിച്ചു തന്നു. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും നിങ്ങൾക്ക് പ്രതിരോധിക്കുന്ന നിലക്ക്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണാതെ നിങ്ങളുടെ സ്വകാര്യതകളെ മറച്ചുവെക്കുന്ന നിലക്ക് നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്കുമൊക്കെ താമസിക്കാനുള്ള സംവിധാനം ചെയ്തു തന്നവനായ റബ്ബ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുകയാണ്. അവിടുന്ന് വലിയ കൊട്ടാര സമാനമായ വീടൊന്നുമല്ല, ഒന്ന് കയ്യെത്തിച്ചാൽ മുകളിലേക്ക് എത്തുന്ന റൂഫുള്ള മേൽക്കൂരയുള്ള ഭവനം. ആ വീട്ടിൽ, ആ റൂമിൽ, ആ ഹുജ്റയിൽ അവിടുന്ന് കിടന്നുറങ്ങുമ്പോഴും പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ. ഞങ്ങൾക്ക് മതിയായതൊക്കെ തന്നു, ഞങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട രൂപത്തിലുള്ള താമസ സൗകര്യങ്ങൾ നൽകി അഭയം നൽകിക്കൊണ്ട് പാർപ്പിച്ചവനായ റബ്ബിനാണ് സർവസ്തുതിയും. എന്നിട്ട് പറയുന്നത് നോക്കൂ, ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് റസൂൽ പറഞ്ഞിട്ട് പറയാണ് ഫകം മിമ്മൻ, എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര ജനങ്ങളാണ്, ലാ കാഫിയ ലഹു, ആവശ്യത്തിന് കിട്ടാത്ത എത്രയോ ആളുകളില്ലേ, വലാ മുഅ്വിയ ലഹു വലാ മുഅ്വിയ, അഭയം നൽകാൻ ആളില്ലാത്തവരും, ആവശ്യത്തിന് മതിയായത് കൊടുക്കാൻ ആളില്ലാത്ത, അതുപോലെ തന്നെ അഭയം നൽകാൻ ആളില്ലാത്ത എത്രയെത്ര ആളുകളാണ് ലോകത്തുള്ളത്. അല്ലാ, ഞാനതിൽ പെട്ടിട്ടില്ലല്ലോ, നീ എനിക്ക് മതിയായത് നൽകിയല്ലോ, വേണ്ടതൊക്കെ നൽകിയല്ലോ, ഭക്ഷിപ്പിച്ചല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അതേ ലോകത്ത് സഹജീവികളുടെ പ്രയാസങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉറക്കുകയാണ്. ലോകത്ത് ഭക്ഷണം കിട്ടാതെ എത്രയോ ആളുകൾ വിഷമിക്കുമ്പോ, വെള്ളം കിട്ടാതെ ആളുകൾ മരിച്ചു വീഴുമ്പോ, ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് ലോകത്ത് ലക്ഷങ്ങൾ പടഞ്ഞു വീഴുമ്പോ, ഞാനിതാ എന്റെ സമ്പത്തി കൊണ്ട് ധാരാളമായി കൊണ്ട് ജീവിച്ച് സൗകര്യങ്ങളിലൂടെ തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ ആളുകൾ കടത്തിണ്ണകളിലും മരച്ചുവട്ടുകളിലും ഉറങ്ങുമ്പോ, അതുപോലെ തന്നെ അഭയം നൽകാനും സഹായിക്കാനും ആരാരുമില്ലാതെ ആളുകൾ ഇങ്ങനെ അനാഥകളായിക്കൊണ്ട് പലയിടത്തും തൊണ്ടുമ്പോ, ഞാനതിലൊക്കെ റബ്ബേ നീ എനിക്ക് നൽകിയല്ലോ എന്ന് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള വലിയ വലിയ ആ നിഅമത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തിന്റെ അവസാനം ഉറങ്ങേണ്ടത്. നമ്മളെ ജീവിതത്തിലുണ്ടോ? ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴും കുറ്റബോധം തോന്നുന്നില്ലേ? അല്ലാ, എനിക്കിതറിയില്ലല്ലോ, ഞാനിത് ആദ്യം കേൾക്കുകയാണല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ആദ്യം കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആദ്യം കേൾക്കുന്നതിന് കുഴപ്പമൊന്നും വിചാരിക്കണ്ട. പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ പഠിക്കണം, കേട്ട് കഴിഞ്ഞാൽ പഠിക്കണം. നാളെ പരലോകത്ത് ചോദ്യമുണ്ട്, ഉറപ്പാ. നിങ്ങൾ കേട്ടല്ലോ, പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് ചോദ്യമുണ്ട്. കേട്ടില്ലേ, നിങ്ങൾക്ക് ചോദ്യമുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഇത് പഠിക്കാൻ, എഴുതി പഠിക്കാൻ. നമ്മൾ 6ാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നും നിങ്ങൾ ഓരോ ദിവസം എഴുതി പോക്കറ്റിലിട്ട് കൊണ്ട് നടക്ക്. എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ചത് വരെ ഓരോ ദിവസവും പറയൂ ഉറങ്ങുന്നതിന്റെ മുമ്പ്. അങ്ങനെ നിങ്ങൾ ഏതാനും ദിവസങ്ങൾ കഴിച്ചു കൂട്ടി നോക്കൂ, നിഷ്പ്രയാസം പിന്നെ നിങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ ലളിതം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. മുഅ്വിയ എന്ന അഭയം കൊടുക്കുന്നവനില്ല. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോൾ, നന്ദിയോടെ ഓർക്കുമ്പോൾ അതന്നെ ഒരു ശുക്രാണ്. റബ്ബെനിക്ക് ഒരുപാട് തന്നു എന്നല്ലേ ഈ പറയണേ. തന്നിട്ടില്ല എന്നാ നമ്മളൊക്കെ പറയല്.
നമുക്ക് ശുക്രല്ല അധികം, പരാതിയാ. നമുക്ക് എപ്പോഴും ശിക്കായത്താണ്, ശുക്രല്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുമില്ല, ഇല്ല, ഈ ഇല്ല 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 എന്നുള്ള പാട്ടല്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരാൾ പറയുന്നില്ല. നന്ദികേടാണ് മനുഷ്യൻ എപ്പോഴും. എത്ര കിട്ടിയാലും എനിക്ക് തികഞ്ഞു എന്നോ അല്ലെങ്കിൽ കിട്ടിയെന്ന് ഒരാളോട് പറയില്ല. ഇല്ലെങ്കിൽ നാലാൾ അറിയും, എല്ലാവരും അറിയും. ഉണ്ടെങ്കിൽ ആരും അറിയില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ആരും പറയും അൽഹംദുലില്ലാ അപ്പൊ എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ആരോടും പറയില്ല. ഇപ്പൊ എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ, ഹൈറന്നെയാണ്, ഉഷാറന്നെയാണ്, ഒരാളോടും പറയില്ല. അതേ അവസരത്തിൽ ഇല്ലെങ്കിലും ലോകം മുഴുവൻ അറിയാം. അപ്പൊ ഇത് റബ്ബ് നൽകിയത് അവനോട് ഇങ്ങനെ പറയാ. എന്താ ആ നൽകിയതിന് റബ്ബെ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ആ നൽകിയതിന്റെ പേരിൽ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ശുക്ർ മനസ്ഥിതിയോടെ ജീവിച്ചാലുള്ള പ്രത്യേകത എന്താണ്? ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ നാളെ കിട്ടും, അതിനേക്കാൾ മറ്റന്നാൾ ലഭിക്കും. അല്ലാഹ് പറഞ്ഞിട്ടില്ലേ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്ത്, വഇദ തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ റബ്ബ് അതാ വളരെ കൃത്യമായി അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ. നമുക്ക് കിട്ടിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലാഹ് പറയാണ് ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുക തന്നെ ചെയ്യും. ഇത് അള്ളാന്റെ ഓഫറാണ്. നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുന്ന മാത്രമല്ല പറഞ്ഞത്, വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് ശക്തിപ്പെടുത്തിയിട്ടാ പറയുന്നത്, സംശയിക്കൊന്നും വേണ്ട. അതേ അവസരത്തിൽ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അത് നൽകിയ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ ധിക്കാരികളായി താന്തോന്നികളായി നിങ്ങൾ ജീവിക്കാനാണ് ഇനിയും ഭാവമെങ്കിൽ അറിയണേ, ഇന്ന അദാബി, നിശ്ചയമായും എന്റെ ശിക്ഷ, ലശദീദ്, അത് വളരെ കഠിനമായത് തന്നെ. സൂറത്ത് ഇബ്രാഹിമിലൂടെ അല്ലാഹ് പറയും. അതുകൊണ്ട് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തൊക്കെ ഒന്ന് ഓർക്കണം. അതൊക്കെ ഒന്ന് ഓർത്ത് മനസ്സമാധാനത്തിൽ ഉറങ്ങണം എന്നാ പറയുന്നത്. വളരെ കൃത്യമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുണ്ടാകണം. ശരി, 7-ാമത്തെ പ്രാർത്ഥനയിലേക്ക് കിടക്കണം. 7-ാമത്തെ പ്രാർത്ഥന, അന്നബിൽ അസ്ഹരിൽ അൻമാരി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അഖദ മദ്ജിഅഹു മിനൽ ലൈൽ ഖാല ബിസ്മില്ലാഹ് വളഅതു ജൻബി اللهم اغفر لي ذنبي وأخسئ شيطاني وفك رهاني واجعلني في الندي الأعلى. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അഖദ മദ്ജിഅഹു മിനൽ ലൈൽ, രാത്രിയിൽ കിടപ്പറയിലെത്തി ഉറങ്ങാൻ ആരംഭിച്ചാൽ, ഉറങ്ങാൻ കിടന്നാൽ അവിടുന്ന് പറയുന്ന പ്രാർത്ഥന, ബിസ്മില്ലാഹി വളഅതു ജൻബി, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ പാർശ്വം ഇതാ വച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ എന്റെ ശരീരം, എന്റെ പാർശ്വം, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇതാ വെച്ചിരിക്കുന്നു. വളഅതു, ബിസ്മില്ലാഹി വളഅതു ജൻബി. ഇനി എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, അല്ലാഹുവേ എന്റെ കുറ്റങ്ങളൊക്കെ എനിക്ക് പുറത്തു തരണം, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. വഅഖ്സി ശൈത്താനി, ഹംസയും ഖാഉം സീനും പിന്നെ ഹംസയും, അഖ്സി വഅഖ്സി ശൈത്താനി, എന്റെ കൂടെയുള്ള എന്റെ ശൈത്താനിനെ നീ പരാജയപ്പെടുത്തണേ, നിന്ദിക്കണേ, എന്റെ ശൈത്താനിനെ നീ നിന്ദിക്കണേ അല്ലാഹ്. വഫുക്ക റിഹാനി, ഫാഉം കാഫും, വഫുക്ക റിഹാനി, എന്റേതായ രൂപത്തിലുള്ള ബാധ്യതകളൊക്കെ നീ അഴിച്ചു തരണമേ. റിഹാൻ എന്ന് പറഞ്ഞാൽ പണയം. ഏതൊക്കെ കാര്യങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആ കുടുക്കുകളൊക്കെ അഴിച്ചു തരണം, പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീ എനിക്ക് മോചനം തരണം എന്നർത്ഥം. വജഅൽനീ ഫിന്നദിയിൽ അഅ്ലാ, അത്യുന്നതരുടെ സദസ്സിൽ നീ എന്നെ ആക്കുകയും ചെയ്യണമേ. ഉന്നതന്മാരുടെ സഭകളിൽ, ഉന്നതന്മാരുടെ സദസ്സിൽ നീ എന്നെ ആക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ എന്തിനൊക്കെ ചോദിച്ചു? എന്റെ പാർശ്വം ഞാനിതാ വെച്ചിരിക്കുന്നു, എന്റെ പാപം പൊറുക്കണം.
ശൈത്താനെ നിന്ദിക്കണം. കൂടല്ല ശൈത്താന് കൂടുതൽ ആവേശം ഉണ്ടായിട്ട് എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന പ്രേരിപ്പിക്കുന്ന നിലക്കാവരുത്. അവൻ തളരണം, അവനെ നിന്ദിക്കണം, എന്റെ പ്രയാസങ്ങളുടെ കെട്ടുകൾ അഴിച്ചു തരണം, ഉന്നതന്മാരുടെ സദസ്സിൽ നീ എന്നെ ചേർത്ത് തരണം എന്ന് ചോദിക്കുന്ന പ്രാർത്ഥന. ഇത് 7ാമത്തെ പ്രാർത്ഥനയാണ്. ഇതും നമുക്ക് പറയാൻ എളുപ്പമാണ്. ബിസ്മില്ലാഹി വദഅതു ജൻബി അല്ലാഹുമ്മഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്ക റിഹാനി വജ്അൽനി ഫിന്നദിയിൽ അഅ്ലാ. ഇനി 8ാമത്തെ പ്രാർത്ഥന. عن أبي هريرة رضي الله عنه أن أبا بكر الصديق رضي الله عنه قال يا رسول الله مرني بكلمات نقولهن إذا أصبحت وإذا أمسيت. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് അപേക്ഷിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുർനി, എന്നോട് കൽപ്പിച്ചാലും ബികലിമാത്തിൻ, ചില വാക്കുകള്, അഖൂലുഹുന്ന, ഞാനത് പറയണം എന്ന നിലക്ക് എന്നോട് അവിടുന്ന് കൽപ്പിക്കണം. എപ്പോഴൊക്കെ? ഇദാ അസ്ബഹ്തു വ ഇദാ അംസൈതു, ഞാൻ പ്രഭാതത്തിലായാലും പ്രദോഷത്തിലായാലും അഥവാ രാവിലെയും വൈകുന്നേരവുമൊക്കെ ഞാൻ പറയൽ അനിവാര്യമായ ചില വാക്കുകൾ എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ, എന്നോട് കൽപ്പിക്കൂ നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുൽ, അബൂബക്കറേ, നീ ഇങ്ങനെ പറഞ്ഞോ, അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്താനി വശിർകിഹി. അബൂബക്കറേ, ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ, മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനായ അല്ലാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനായ അല്ലാഹുവേ, അഥവാ തെളിഞ്ഞതും മറഞ്ഞതുമൊക്കെ ഒരുപോലെ അറിയാവുന്ന, രഹസ്യപരസ്യങ്ങളൊക്കെ ഒരുപോലെ അറിയാവുന്ന അല്ലാഹുവേ, റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു, എല്ലാ വസ്തുക്കളുടെയും റബ്ബേ, എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനായവനേ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരാരാധ്യനുമില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി നഫ്സി, എന്റെ നഫ്സിന്റെ ശർറിൽ നിന്ന്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ശരീരം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശർറ്, ഏതൊക്കെ എന്റെ മനസ്സുകൊണ്ട് ഏതൊക്കെ തിന്മകൾ എന്നിൽ ഉണ്ടാകും, വേണ്ടാത്ത ചിന്തകള്, ദുഷിച്ച ചിന്തകള്, കാഴ്ചപ്പാടുകള്, വിശ്വാസങ്ങള്, ഏതൊക്കെ നഫ്സിലുണ്ടാകുന്ന ശർറുകളുണ്ടോ, ആ ശർറിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വശർരി ശൈത്താനി വശിർകിഹി, ശൈത്താന്റെ ശർറിൽ നിന്നും അവൻ മുഖേന ഉണ്ടാകുന്ന ശിർക്കിൽ നിന്നും, ശൈത്താന്റെ ശർറിൽ നിന്ന് അവൻ കൽപ്പിച്ച് അല്ലെങ്കിൽ അവന്റെ ദുർബോധനത്തിന് വഴിപ്പെട്ടുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ദുരന്തത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഖുൽ ഹാ ഇദാ അസ്ബഹത വഇദാ അംസൈത വഇദാ അഖദത മദ്ജിഅക. അബൂബക്കറേ, നീ ഇത് പ്രഭാതത്തിലും പറയണം, പ്രദോഷത്തിലും പറയണം, തീർന്നില്ല. വഇദാ അഖദത മദ്ജിഅക, നിന്റെ കിടപ്പറയിലെത്തിയാലും പറയണം. അപ്പൊ കണ്ടോ, പ്രഭാതത്തിൽ പറയേണ്ട ദിക്റാണ്, പ്രദോഷത്തിൽ പറയേണ്ടുന്ന അദ്കാറുൽ മസായിൽ പെട്ടതാണ്. അതോടൊപ്പം ഇത് ഉറങ്ങാൻ കിടക്കുമ്പോഴും പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയും എല്ലാ വിധത്തിലുള്ള ശർറിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ കാവലിന് ചോദിച്ചിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, വേറെയും ചില ദിക്റുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിലൂടെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.